അതിന് ആയിരക്കണക്കിന് വന്നിട്ട് എല്ലാം പോവുകയാണ്. വിളിക്കപ്പെടുന്നവര് അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. മത്തായി 22:14. അതുകൊണ്ടാണ് വെളിയിൽ തെരഞ്ഞെടുപ്പ് ഉറപ്പിക്കാൻ ഇഷ്ടം. പത്രോസ് 2 പത്രോസ് 10-11. അതുകൊണ്ടാണ് വന്ന് എല്ലാം കേട്ടിരിക്കും കർത്താവിന്റെ വചനം. അതുകൊണ്ട് എന്നിട്ട് പോകും. 33-33 വചനത്തില് എല്ലാം വന്നിരുന്ന് കേൾക്കും. മതിലിനരികെ അവിടെ ഇവിടെ കണ്ടോ, അതിലെല്ലാം വിട്ടുപോകും. മനുഷ്യപുത്ര, മതിലുകൾക്കരികിലും വീട്ടുവാതിക്കലും നിന്റെ ജനം നിന്നെ കുറിച്ച് സംസാരിക്കുന്നു. അവർ പരസ്പരം പറയുന്നു, വരും, കർത്താവിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കാം. എല്ലാം വരാൻ അവർ കൂട്ടമായി നിന്റെ അടുക്കൽ വരും. കൂട്ടമായിട്ട് പോകാനില്ലേ? 100 കണക്കിന് എന്റെ ജനം എന്ന പോലെ നിന്റെ മുൻപിൽ ഇരിക്കും. എല്ലാം വന്നെ കുത്തിയിരിക്കും. നിന്റെ വാക്കുകൾ അവർ ശ്രമിക്കുകയും ചെയ്യും. വാക്കുകൾ ശ്രമിക്കുകയും കേൾക്കും. പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല. കേട്ടം കൊണ്ട് ആര് പോയി? മറ്റവൻ കൊണ്ടുപോയി. കാരണം അവർ തങ്ങളുടെ അന്തരം കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു. അവരുടെ ഹൃദയം സ്വാർത്ഥ ലാഭത്തിൽ ഉറച്ചിരിക്കുന്നു. ഈ ഹൃദയം സ്വാർത്ഥ ലാഭത്തിൽ ഉറച്ചിരിക്കുന്നു. അവരുടെ ഹൃദയം വിട്ടുകൊടുത്താൽ ആർക്കൊന്നും കിട്ടില്ല. അതാണ് വെളിപാട് 3:19-20. ആര് ഹൃദയം തുറന്നു കൊടുക്കുന്നു അങ്ങോട്ട് ഈശോ വന്ന് വാസ്തവം കണ്ടോ. ഹൃദയമാണ് കർത്താവിന് ആവശ്യം. ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിനോടൊന്ന് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊന്ന് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് ചെവിയുള്ളവൻ മാത്രമേ കേൾക്കുള്ളൂ, അല്ലാതെ കേൾക്കില്ല. അതാണ് ഇസക്കേൽ പ്രവാചകൻ 2-ാം അധ്യായം 1-10 വരുന്ന വായിച്ചു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര എഴുന്നേറ്റ് നിൽക്കുക. മനുഷ്യപുത്ര എഴുന്നേറ്റ് നിൽക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. വാചകം കേൾക്കുമ്പോൾ ആത്മാവ് പ്രവേശിപ്പിക്കും. പരിശുദ്ധാത്മാവ് വരും. അപ്പോസ്തലർ 10:44-48 വിശുദ്ധ പത്രോസ് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ആത്മാവ് ഇതുപോലെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ വന്ന പോലെയാണ്. 1 മണിക്കൂർ കഴിഞ്ഞു പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതിയുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് വന്നിരുന്ന അപരിചിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. കേട്ടോ, അതുകൊണ്ട് കൃപയിൽ വേണം വചനം പറഞ്ഞാല് നിങ്ങൾ ആത്മാവ് വരുള്ളൂ. വൃത്തം കിട്ടിയോ? അല്ലെങ്കിൽ ജഡത്തിലാണ് വചനം പറയുന്നത്. അത് നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയില്ല. വചനം കേട്ടുകൊണ്ടിരുന്നിട്ട് പോകും. അതേസമയം കൃപയിൽ നിന്ന് പറഞ്ഞാലോ വചനം മാലാഖമാർ ഒരു വചനം കേൾക്കാൻ വരും. 1-10-12. അതുകൊണ്ട് കൃപയിൽ നിൽക്കണം. വചനം മറ്റേ ജഡത്തിലാണ്. ജഡത്തിൽ വചനം പറയുന്നവരാണ്. അതിനെ കുറ്റം, മാതാവിനെ കുറ്റം, വിശുദ്ധരെ കാണില്ല, ഇതിനെ കാണില്ല. കണ്ടോ, ആത്മാവിനോട് പലരുടെ വൈരാഗ്യം ഉണ്ടാവും. ഒന്നും ഉണ്ടായില്ല. കണ്ടോ, ആത്മാവാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വചനം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്ന ശുദ്ധ മനസാക്ഷി വേണമെന്ന് അപ്പോസ്തലർ 24-16 ദൈവത്തോളം മനുഷ്യരോളം മനസാക്ഷി വേണം. 1 തെസ്സലോനിക്ക 2:3-6 വരെയുള്ള വചനത്തില് വിശുദ്ധ പൗലോസ് പറയുന്ന എന്താണ്? യോഗ്യന്മാരെ ദൈവം ഞങ്ങളെ അംഗീകരിച്ച എന്തുകൊണ്ടാണ്? സുവിശേഷം ഫലമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അംഗീകരിച്ചതനുസരിച്ചാണ് ശുദ്ധ മനസാക്ഷി നമ്മൾ ഉണ്ടാകുന്നത്. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല. ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങളുടെ പ്രസംഗത്തിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. അത്യാഗ്രഹത്തിന്റെ പുറംകുപ്പായം ധരിച്ചിട്ടുമില്ല.
അതിന് ദൈവം തന്നെ സാക്ഷി. അതിന് ദൈവം തന്നെ സാക്ഷി. സാക്ഷി. പൗലോസ് പറയുന്ന ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരെന്ന നിലയിൽ മേന്മ ഭാവിക്കാമായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല. ഒരാളും മഹത്വം അന്വേഷിച്ചില്ല. ഒരു പ്രതാപം ഒന്നും അന്വേഷിക്കുന്നില്ല. നമുക്ക് കിട്ടുന്ന പൂർണ്ണം മാത്രമായിരിക്കും. പീഡനം വരുമ്പോ എന്ത് കിട്ടും? കൃപ കിട്ടും. ഇവിടുത്തെ കിട്ടിയ 1:10-19 കൂടുതൽ പൂർണ്ണം വേണ്ടേ? വേണം. ഞാൻ പറഞ്ഞു വേണ്ട, വേണ്ടെന്ന് ഞാൻ പറയും. നിങ്ങൾ മതിയായിരിക്കും തോന്നുന്നത്. വേണം. പീഡനം വന്നാല് കൃപയിലോട്ട് വരുവുള്ളൂ കേട്ടോ. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹകാരണമാകും. കേട്ടോ, ഒന്നൊരു പറയുന്നത് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ വേദനകൾ എന്തുമാത്രം ഉണ്ടാവും അല്ലേ? ഞാൻ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട് വല്ലതും അറിയാമോ? ഇല്ലേ? എത്ര കൊല്ലങ്ങള് എന്റെ സ്വന്തനുഭവം പലരോട് ഞാൻ പറഞ്ഞു. ആരുടെ കംപ്ലൈന്റ് ഉണ്ടോ? ആരുടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാം വേദനകളെല്ലാം സഹിച്ചു. ഇത്രയും സഹിച്ചുകൊണ്ടാണ് വേദന നിങ്ങൾക്ക് തരുന്നത്. ഫെബ്രുവരി 2-17 നിങ്ങൾക്ക് വേഗം ഇതൊക്കെ ചോദിക്കാൻ സാധിക്കുന്നത് എന്താ? ആ വേദനകൾ, അനേക വേദനകൾ എല്ലാം ആ ഒറ്റപ്പെടുന്നതിനെ കാണാൻ ഇപ്പൊ നമുക്ക് കേട്ടോ. ആ വരി എടുക്കുമ്പോ അതിന് വരി ഫെബ്രുവരി 2-17-18 ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവരുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരനോട് സദൃശ്യനാകേണ്ടിയിരുന്നു. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. ഇവിടുത്തെ കിട്ടിയോ? നിങ്ങളെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. കണ്ടോ? പീഡനം സഹിച്ചപ്പോ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പീഡനം വേണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വേണം. പിന്നെ പീഡനം വേണ്ട. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് പീഡനം വരുമ്പോ ആ ശക്തി കർത്താവ് തരുകയും ഈശോയില്ലാതെ ഒന്നും സാധ്യമല്ലല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഞാനാണ് വലിയ സത്യവും ജീവനും പീഡനം വരുന്നത് ആരുടെ കൂടിയായിരിക്കും? ഭാര്യയ്ക്ക് ഭർത്താവിന് കൂടിയായിരിക്കും, ഭർത്താവിന് ഭാര്യയുടെ കൂടിയായിരിക്കാം, മക്കൾക്ക് അപ്പൻ്റെ കൂടി. അപ്പന് അതാണ് ഈശോ പറഞ്ഞ ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 10:34 ഞാൻ സമാധാനമല്ലാണ്. അപ്പൊ ഒരു വീട്ടില് വചനം വന്നാലോ വചനം സ്വീകരിച്ചവര് ഒന്നിച്ചു മാറും, വചനം സ്വീകരിക്കാത്തവര് വേറെ. കണ്ടോ? ഞാനോട് ചെറുപ്പം വീട്ടിൽ കണ്ട അമ്മയും മക്കളും ഭയങ്കരമാനത്. ഞാൻ ചെന്നപ്പോ നേരത്തെ കണ്ട അപ്പനൊരു കുടിക്കുന്ന ചെറിയ ഗ്ലാസ്സല്ല എടുത്തേക്കണം. ഈ മക്കെടുത്തിട്ട് കേറുമ്പോ കണ്ട കാഴ്ച ഇങ്ങനെ വായു പൊളിച്ചൊന്ന് കുടിക്കും. അല്ല അതെങ്ങനെ കൊണ്ട് അരയുടെ വിളക്കച്ചു കൊടുക്കുന്നത്. അപ്പൊ പണത് എങ്ങനെ കിടക്കും? എന്നിട്ട് അത് വലിച്ചു കുടിക്കുക. ഞാൻ നേരത്തെ ഞാൻ കൂടെ ഞാൻ അനങ്ങാതെ കാണുന്നത്. എന്നോട് ഞങ്ങൾ അകത്തോട്ട് കയറാൻ പ്രഭാഷകൻ 22 ഒന്ന് വായിച്ചിട്ട് ചെടിയിൽ പൂണ്ട കല്ല് പോലെയാണ് അലസൻ. അവന്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാതെ ചാണകക്കൂനയിലെ ചേർന്ന് തുല്യം. അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞു കളയുന്നു. ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ്. പെൺകുട്ടി ജനിക്കുന്നത് നഷ്ടമാണ്. വിവേകമുള്ള പുത്രിക്ക് വരന് ലഭിക്കും. ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ്. അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരികയും. പ്രഭാഷണം 21-22 വായന. ഭോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. ഭോഷൻ വീട്ടിലോട്ട് തള്ളിക്കയറുന്നു. അനുഭവ സമ്പന്നൻ ഉപചാരപൂർവ്വം അതിന്റെ മുൻപിൽ നിൽക്കുന്നു. അനുഭവ സമ്പന്നൻ ഉപചാരപൂർവ്വം അതിന്റെ മുമ്പില് വീടിന്റെ മുമ്പിൽ നിൽക്കും. അതിന്റെ കയറിയില്ല. കേട്ടോ? സംസ്കാരശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാരശൂന്യൻ വീട്ടിനുള്ളിലോട്ട് ഒളിഞ്ഞു നോക്കും. വാലിന്റെ കൂടിയൊക്കെ പഴുതോ? സംസ്കാര സമ്പന്നൻ
പുറത്ത് കാത്തു നിൽക്കുന്നു. സംസ്കാരധർമ്മന് പുറത്ത് കാത്തു നിൽക്കും. വാതിൽക്കൽ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വാതിലിൽ മറച്ചു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. വ്യർത്ഥ ഭാഷകൻ ആരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു? വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. വ്യർത്ഥ ഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. ഭോഷന്റെ മനസ്സ് വായിലും. ഭോഷന്റെ മനസ്സ് എവിടെയാണ്? വായില്. ബുദ്ധിമാന്റെ വാ മനസ്സിലുമാണ്. ബുദ്ധിമാന്റെ വാ മനസ്സിലുമാണ്. ഭോഷനാണോ? വേണ്ട. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കുടിക്കുന്നതാണല്ലോ നമ്മള് പുറത്ത് മാറ്റുന്നത് കയറിയില്ല. കണ്ടോ? കുടിച്ചിട്ട് പോണ പോകല് വേരിലാണെന്ന് പറഞ്ഞാല് പിന്നെ കണ്ടില്ല. കട്ടിലെ പോയി തലമുട്ടി കിടപ്പുണ്ടെന്നോ കണ്ടോ? അവസ്ഥയാണ് ഓരോ പോകണം. പക്ഷെ വേരിലാണെന്ന് പറഞ്ഞത് തന്നെ വേറെ വിധത്തിലാണ്. ഇതാരാണെന്ന് ചോദിച്ചത്. അവരുടെ അവര് പറഞ്ഞത് സ്പിരിച്വൽ പീപ്പിൾ ആണ്. പിന്നെ അവിടെ നിൽക്കുമോ? എന്തുകൊണ്ടാണ്? 4:29 ആത്മീയ മനുഷ്യരും എന്നാൽ ശാരീരികതയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു. ഇന്നും അതുപോലെ തന്നെയാണ്. ഇന്നും അതുപോലെ തന്നെയാണ്. പിന്നെ അവിടെ കൃപകളുകൊണ്ടാണ് ഒന്നും കിട്ടാതെ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാണ്. പക്ഷെ പറയാൻ സാധിക്കില്ല. കണ്ടോ? അപ്പൊ വീണു. അപ്പൊ ഇതുപോലെയാണ് ഇനി വായത് പ്രഭാഷന്റെ വായിക്കുക അറിയാൻ വേണ്ടിയാണ്. ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അപ്പൊ ആത്മാവ് വന്നാലാണ് ധൈര്യം വരുന്നത്. കണ്ടോ? ഭയങ്കര ധൈര്യം ഇല്ലേ? നിയമോക്കം 31 6-8 വനത്തില് എന്താ പറയുന്നത്? ശക്തനും ധീരനുമായിരിക്കുവൻ. ശക്തനും ധീരനുമായിരിക്കുവൻ. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. ഒരാളെ പ്രതി പരിഭ്രമിക്കേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിശീലിക്കുകയോ ഇല്ല. അനന്തരം മോശ യോശുവയെ വിളിച്ച് എല്ലാവരെയും മുൻപിൽവെച്ച് അവരോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്യുന്ന ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുന്നിൽ പോകുന്നത്. അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ അജ്ഞാതരാക്കുകയോ പരിഹരിക്കുകയോ